എൻ്റെ നാട് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒപ്പം വന്നൊരു ചോദ്യമാണ് അങ്കമാലി മാങ്ങക്കറിയൊക്കെ വെക്കാൻ അറിയോ, അങ്കമാലിക്കാരിയല്ലേ എന്നുള്ളൊരു ചോദ്യം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ കല്യാണത്തിന് മാത്രമാണ് പുറത്തുനിന്ന് ഭക്ഷണം വരുത്തിയത്. ബാക്കി എല്ലാവരുടെയും, അതായത് ഫാമിലിയിലെ ഒട്ടുമിക്ക എല്ലാവരുടെയും കല്യാണത്തിന്റെ ഭക്ഷണം പാകം ചെയ്തത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, ആൾക്കാർ വരുന്നു, വെക്കുന്നു, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തലേ ദിവസം ഉച്ച മുതലേ നമ്മൾ അവിടെ സജീവമായിട്ടുണ്ടാകും. മാങ്ങരിയാനും അതേപോലെ തന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഇതൊക്കെ അരിഞ്ഞു കൊടുക്കാനുണ്ടാകും. അങ്കമാലി സൈഡിലൊക്കെ മാങ്ങക്കറിയൊക്കെ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മാങ്ങയാണ് എൻ്റെ സ്വന്തം നാടിന്റെ പേരിൽ അറിയപ്പെടുന്ന മള്ളിശ്ശേരി മാങ്ങ. മള്ളിശ്ശേരി മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ നല്ല നാരായിരിക്കും, പക്ഷെ പച്ചയ്ക്ക് മാങ്ങക്കറി വെക്കാൻ നല്ലൊരു മാങ്ങയാണ്. എത്ര വേവിച്ചാലും അതിനൊരു കുലുക്കുണ്ടാവില്ല, നല്ലോണം ഉടയാതെ അങ്ങനെ കിടന്നോളൂ. ഈ മാങ്ങക്കറി തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടാനാട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ആ ചൂടൊക്കെ അരക്കി കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവാണ്. മാങ്ങക്കറി ബീഫും കായും അതൊരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആട്ടോ. എന്തായാലും നമ്മുടെ കയ്യിൽ ബീഫും കായില്ല, കുറച്ച് കായ്ക്കൂട്ടാനുണ്ട്, അത് വെച്ച് ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.